ഫ്ലക്സുകളും ബാനറുകളും പ്രൊമോഷനും പ്രചരണവും കൈയടക്കിയ ഇക്കാലത്തും ചുമരെഴുത്ത് ഉപജീവനമാക്കി മാറ്റിയ ഒരു ദമ്പതികളെ പരിചയപ്പെടാം. MX വെഡിംഗ് സെന്ററിന്റെ ചുമരെഴുത്ത് പ്രചരണത്തിന് ജയരാജും ജ്യോതിയും മാനേജ്മെന്റിന്റെ കൂടെ കൂടിയിട്ട് ഒരു പതിറ്റാണ്ടിനപ്പുറമായി. തൃത്താല കറുകപ്പുത്തൂർ അഖിലാണം സ്വദേശിയായ ജയരാജ് ചിത്രകലയിലും ചുമരെഴുത്തിലും തന്റെ പ്രാവീണ്യം തെളിയിക്കാൻ തുടങ്ങിയിട്ട് 2.5 പതിറ്റാണ്ടിലേറെയായി. കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭാര്യ ജ്യോതിയും ജയരാജിനൊപ്പം തൊഴിലിടത്തേക്കും കൂടെ കൂടി. ഫ്ലക്സുകളും ബാനറുകളും പരസ്യങ്ങൾക്കും പ്രചരണത്തിനും രംഗത്തു വന്നതോടെ നിറം മങ്ങിയ വർണ്ണ ചുമരെഴുത്തുകൾ ഇന്നും പ്രതാപം ചോരാതെ കാത്തുസൂക്ഷിക്കുകയാണ് ഈ ദമ്പതികൾ. MX വെഡിംഗ് സെന്ററിന്റെ പരസ്യങ്ങൾ ഇവരുടെ കരവിരുതിൽ വർണ്ണച്ചാരുത വീശി ചുമരുകളിൽ തെളിയാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്നുള്ള നിയമത്തിനപ്പുറം ചുമരെഴുത്തിന്റെ പ്രതാപം ഇന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതിന്റെ ആശ്വാസത്തിലാണ് ജയരാജൻ. നമസ്കാരമുണ്ട്. എൻ്റെ പേര് ജയരാജ്, എൻ്റെ ഭാര്യ ജ്യോതി. ഞങ്ങളിങ്ങനെ മാക്സിൻ്റെ വർക്കുകളൊക്കെ സൈറ്റ് വർക്ക് ചുമരെഴുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. പിന്നെ വാഹനങ്ങൾക്ക് നമ്പർ എഴുതും, നമ്പർ പ്ലേറ്റ് എഴുതാറുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ചിത്രകല രംഗത്ത് എത്ര വർഷമായി? ചിത്രകല രംഗത്ത് ഒരു 10-25 വർഷമായി. 25 വർഷമായി. ഈ മാക്സിന്റെ പരസ്യം എഴുതൽ തുടങ്ങിയിട്ട് മാക്സിൻ്റെ പരസ്യം എഴുതാൻ തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമായി ഉണ്ടാവും. 12 വർഷമായി. ഫ്ലക്സുകളൊക്കെ വന്നപ്പോൾ നമ്മുടെ വർക്കിനെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ചുമരെഴുത്തുകൾ ഇപ്പോഴും ഉണ്ട്, കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ആളുകൾ ചുമരെഴുത്തിന് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. ചുമരെഴുത്തിന് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഫ്ലക്സ് വന്നതോടുകൂടി നമ്മളെ ഈ മേഖലയ്ക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. കുറേ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഈ ഫീൽഡ് വിട്ടു പോയിട്ടുണ്ട്. കുറേ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ഉണ്ടാക്കുകയാണ്, വർക്ക് അന്വേഷിച്ച് പിടിച്ച് നമ്മൾ വർക്ക് ഉണ്ടാക്കുക. നമ്മുടെ ഒരു ഉപജീവനമല്ല. അപ്പോൾ നമ്മളങ്ങനെ അറിയുന്ന തൊഴിലങ്ങനെ ചെയ്തു പോകണ്ടേ, അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഭാര്യയും പോരും, മക്കളും പോരാറുണ്ട്. മക്കളും ചിലപ്പോൾ എഴുതും, മോള് വരയ്ക്കാറുണ്ട്, മോൻ ഗിറ്റാറൊക്കെ വായിക്കാറുണ്ട്. കലാഫീൽഡിൽ തന്നെയാണ് എല്ലാവരും കലാഫീൽഡിലാണ്. തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മേഖലയിൽ കൂലി കൊടുത്ത് ഒരാളെ വെക്കാനുള്ള ബുദ്ധിമുട്ടിൽ ഭർത്താവിനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഭാര്യ ജ്യോതിയും. ഇവരുടെ മക്കളായ ഹരിദേവും ഹരിനന്ദയും അച്ഛനും അമ്മക്കും സഹായത്തിനായി അധ്യയന ഒഴിവു ദിവസങ്ങളിൽ കൂടെ കൂടാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വന്നത് തന്നെയാണ് ഈ ഫീൽഡിലേക്ക്. 19 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് ശേഷം ഏട്ടങ്ങനെ വരയ്ക്കണം, ചിത്രം വരയ്ക്കണൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് താല്പര്യം തോന്നിയിട്ട് വന്നതാണ്. പഠിച്ചിട്ടൊന്നല്ല. എല്ലാം ഏകദേശം പഠിച്ചു. 19 വർഷമായി ഏകദേശം എല്ലാം വരയ്ക്കാനും ഇതിനൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒരു ഹെൽപ്പറായിട്ട് എന്തായാലും നമുക്ക് വേറെ ആളെ വെക്കണ്ടല്ലോ. അപ്പോൾ എവിടെയാണെങ്കിലും കുട്ടികളൊക്കെ സപ്പോർട്ടാണ്. കുട്ടികളൊക്കെ സപ്പോർട്ട്. കുട്ടികളും പോരാറുണ്ട്. മോള് വരയ്ക്കും, നന്നായി വരയ്ക്കാറുണ്ട്, മോനും വരയ്ക്കാറുണ്ട്. മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എന്ന പരസ്യവാചകം മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ പോലെ തന്നെ MX വെഡിംഗ് സെന്ററിന്റെ ചുമരെഴുത്ത് പരസ്യവും പല ഇടങ്ങളിലായി കാണുന്ന നാം ഓരോരുത്തരുടെയും മനസ്സിൽ മായാതെ നിൽക്കും എന്നതും ഇവരുടെ കരവിരുതിൽ വിരിഞ്ഞ ഈ ചുമരെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.